ഷബീർ ഒമർ ചേരുന്നുണ്ട് കോഴിക്കോട് എവിടെയാണ് ഷബീർ നിൽക്കുന്നത്? എത്രത്തോളം ആവേശമുണ്ട് കൊട്ടിക്കലാശത്തിന്? ധന്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഫറോക്കിലാണ്. ഫറോക്കിൽ എന്ന് പറയുമ്പോൾ ഇവിടെ 2 നഗരസഭകൾ ചേരുന്ന ഭാഗമാണ്. ഫറോക്ക് നഗരസഭയും ഒപ്പം തന്നെ രാമനാട്ടുകര നഗരസഭയും. UDFന് ഭരണമുള്ള 2 തദ്ദേശ സ്ഥാപനങ്ങളാണ് ഈ പറഞ്ഞ ഫറോക്കും രാമനാട്ടുകര നഗരസഭകൾ. എന്നാലും വലിയ തരത്തിലുള്ള ഒരു കൊട്ടിക്കലാശമാണ് UDF പ്രവർത്തകർ ഇപ്പോൾ ഈ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ ഇവിടെ സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഷാഫി പറമ്പിൽ MP ഇവിടുത്തെ കൊട്ടിക്കലാശ പരിപാടികളിൽ പങ്കെടുക്കാൻ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. എന്നാലും വലിയ പ്രതീക്ഷ UDFനെ സംബന്ധിച്ചുണ്ട്. കാരണം തുടർച്ചയായി അവർ കൈവശം വെക്കുന്നവർ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് പരസ്യ പ്രചാരണത്തിന്റെ അവസാനം എന്ന നിലയ്ക്ക് കൂടുതൽ ആഘോഷമാക്കുകയാണ് UDFന്റെ പ്രവർത്തകർ, പ്രത്യേകിച്ച് ലീഗിന്റെ പ്രവർത്തകർ. എന്നാലും ഈ കൊട്ടിക്കലാശം എന്ന നിലയ്ക്ക് ഒരു റോഡ് ഷോ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഫറോക്ക് പേട്ടയിൽ നിന്ന് തുടങ്ങി അത് രാമനാട്ടുകരയിൽ ചെന്ന് രാമനാട്ടുകരയിൽ നിന്ന് വീണ്ടും പ്രധാന പാതയിലൂടെ ഈ ഫറോക്കിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലാണ് ഷാഫി പറമ്പിൽ MP-യുമായി ഈ റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് 2 ഡിവിഷനുകളിൽപ്പെട്ട പ്രദേശമാണ്. 9, 10 ഡിവിഷനിൽപ്പെട്ടതാണ്. എങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികൾ? പരിപാടികളൊക്കെ അടിപൊളിയാണ്. നല്ല പോലീസ് നമ്മൾ ജയിക്കും. മുനിസിപ്പാലിറ്റി നിലനിർത്തും, രാമനാട്ട മുനിസിപ്പാലിറ്റി നിലനിർത്തും. തീർച്ചയായും വലിയ ആഘോഷങ്ങൾ അടിപൊളിയാ. വോട്ട് തേടി ഇത്തവണ നടക്കുമ്പോൾ വീട്ടിലൊക്കെ കയറിയതാണോ? വീട്ടിലൊക്കെ എങ്ങനെയാണ് ആളുകളുടെ പ്രതികരണം? എങ്ങനെയാണ്? നല്ല പ്രതികരണം, നല്ല വലിയ ആഘോഷമാക്കുകയാണ്. എന്താ ആഘോഷമാണോ? പരിപാടി ആഘോഷിക്കാണോ? ആഘോഷമല്ലേ? എന്തായാലും നമ്മളെ നൗഷാദിന് വേണ്ടിയിട്ടുള്ള ആഘോഷമാണ്. എന്തായാലും നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കട്ടെ എന്ന് UDF കരുത്താണ്. UDF വമ്പൻ ലീഡിൽ തിരിച്ചു വരും. രാമനാട്ടുകര UDFന് സ്വാധീനമുള്ള സ്ഥലമാണ്. റോക്കും രാമനാട്ടുകര സ്വാധീനമുള്ള സ്ഥലം തീർച്ചയായിട്ടും തിരിച്ചു വരും. വരുന്ന നിയമസഭാ ഇലക്ഷനിലും നമുക്ക് കാത്തിരുന്ന് കാണാം. വലിയ ആഘോഷമാക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി UDFന് അനുകൂലമാക്കുന്ന തെരഞ്ഞെടുപ്പാകും എന്നാണ് പ്രവർത്തകർ പറയുന്നത്. ആ നിലയ്ക്ക് ആഘോഷപൂർവമായ ഒരു കൊട്ടിക്കലാശ പരിപാടികളാണ് ഫറോക്കിൽ നടക്കുന്നത്. എങ്ങനെയാണ് UDFന്റെ മൊത്തത്തിലെ പ്രതീക്ഷ? UDFന് മൊത്തത്തിൽ ഇപ്പൊ നല്ല തരംഗമായിട്ടാണ് നമ്മളെ കേരളത്തിലൊക്കെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ പ്രത്യേകിച്ച് നമ്മളെ 9ാം ഡിവിഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കിട്ടിയതിന് വളരെ കൂടുതലായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ ഈ യുവ നേതാവ് ഇവിടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് നമ്മുടെ പ്രതീക്ഷ. റോഡ് ഷോ ആയിട്ടാണ് പരിപാടി? റോഡ് ഷോ ആയിട്ടാണ്. അതെ, ബൈക്ക് റാലി ആയിട്ട് നമ്മുടെ ഡിവിഷൻ മൊത്തം കവർ ചെയ്യാനാണ്. ഒരു ആഘോഷത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ, അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതിന്റെ പ്രാരംഭ പരിപാടികളാണ്. പ്രവർത്തകർ എത്തിച്ചേരുന്നു, ഒരു ബൈക്ക് റാലി, ഒരു റോഡ് ഷോ സംഘടിപ്പിക്കുന്നു. അതിൽ ഷാഫി പറമ്പിൽ പങ്കെടുക്കുന്ന UDFനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആളെ കൂട്ടാൻ കഴിയുന്ന ഒരു നേതാവാണ്. കോൺഗ്രസിൽ നിന്നുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ ആ നിലയ്ക്ക് ഷാഫി പറമ്പിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ആവേശമുണ്ടാകുമ്പോൾ ഈ വാർഡിലെ വെൽഫെയർ പാർട്ടിയുടെ റോഡ് ഷോ കൂടി കടന്നു പോകുകയാണ്. എന്നാലും വിവിധ പാർട്ടികൾ അവരുടെ ശക്തി പ്രകടനത്തിന് ഉള്ള ഒരു അവസരം കൂടിയാക്കി മാറ്റുകയാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം ഈ കൊട്ടിക്കലാശം എന്ന് പറയുമ്പോൾ അവരുടെ ശക്തി പ്രകടനത്തിനുള്ള ഒരു അവസരമായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഇത് കാണുന്നത്. ആ നിലയ്ക്ക് ഒരു ശക്തി പ്രകടനമായി തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഈ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന അവസാന ഘട്ടത്തിൽ ആ പ്രചാരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള പരിപാടികളിലേക്ക് കടക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഷാഫി പറമ്പിൽ MP ഇവിടെ എത്തിച്ചേരുമ്പോൾ കുറെ കൂടി പ്രവർത്തകരെത്തും. വലിയ ആഘോഷത്തിലേക്ക് ഈ കൊട്ടിക്കലാശം എന്ന് പറയുമ്പോൾ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ഒരു ഉച്ചസ്ഥായിലേക്ക് അല്പസമയത്തിനകം തന്നെ ഈ ഫറോക്കിലെ കൊട്ടിക്കലാശ പരിപാടികൾ കടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തന്നെയാണ്. അതാണ് ഷബീർ പറഞ്ഞതുപോലെ വലിയ ആവശ്യത്തിലേക്ക് കടക്കുകയാണ് കൊട്ടിക്കലാശം. സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ അവസാന അടവുകളും സ്ഥാനാർത്ഥികളും മുന്നണികളും എടുക്കുകയാണ്. പലതവണ 5-6 തവണ വീടുകൾ കയറിയിറങ്ങി വോട്ടഭ്യർത്ഥന കഴിഞ്ഞതിന് ശേഷം പല പതിവിലും വ്യത്യസ്തമായ നവമാധ്യമങ്ങളിലും റീലുകളും പാട്ടുകളും പോസ്റ്റുകളും ഒക്കെ നിറച്ചതിന് ശേഷമാണ് വലിയ വിവാദ സംഭവങ്ങളിലെ പ്രതികരണങ്ങൾ ഓരോ പ്രാദേശിക തലത്തിൽ നിന്ന് പോലും ഉയർന്നു കേട്ട തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതിന്റെ അവസാന മണിക്കൂറുകളാണ്. ആ വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു മാസം നീണ്ട പ്രചാരണ
പരിപാടികൾ അത് തങ്ങൾക്ക് അനുകൂലമാണോ എന്നതുൾപ്പെടെയുള്ളത് അറിയുന്നതിനായി ഒരു ദിവസം ഇനി കാത്തിരിക്കേണ്ടതുണ്ട്. അതിന്റെ അവസാനവട്ട ശ്രമങ്ങളാണ് മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തിൽ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് മറ്റന്നാൾ ബൂത്തുകളിലേക്ക് എത്തുന്നത്. അതിന്റെ